അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കറങ്ങാനല്ല, ഒരു നൈറ്റ് ഡ്രൈവ്. ഓക്കെ, നമുക്ക് നൈറ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം. സ്പോട്ട് മോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്പോട്ടിൻ്റെ ആവശ്യമില്ല, സ്ട്രീറ്റ് മോഡ് സ്ട്രീറ്റാക്കി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു ടാസ്ക്കാണ്. കറക്റ്റാണ് ഇതിൻ്റെ, കണ്ടോ, കറക്റ്റായിട്ട് നോക്കി ഇറങ്ങണം. റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ? ഓവർ ബ്രിഡ്ജ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും ബസ്സും എല്ലാം ആയ ഒരു സ്ഥലമെത്തി. ഇവിടുന്നൊക്കെ നോക്കി കാണാൻ പറ്റും. എല്ലാം വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാം. എനിക്ക് തോന്നുന്ന ട്രെയിൻ ഏതോ വരാറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് റൈറ്റ്. നമ്മൾ ലെഫ്റ്റ് അടിച്ചു പോവാണ്. ഓക്കെ, അത് വേറൊരു ഗൊറില്ല പോകുന്നു. ഗൊറില്ലയാണോ? അത് തന്നെ, ഗൊറില്ല തന്നെ. ഗൊറില്ല അല്ല കേട്ടോ. ആണോ? SBMന്റെ ഒക്കെ ഇവിടെയാണ് ബാംഗ്ലൂർ പോകുന്നത് കേട്ടോ. മിക്കവാറുള്ള വണ്ടികളെല്ലാം വന്നിരിക്കുന്നത് ബാംഗ്ലൂർ, കോയമ്പത്തൂരൊക്കെ പോകുന്ന വണ്ടികളൊക്കെ. അപ്പം ഞാൻ ചുമ്മാ റൈഡിന് വേണ്ടിയിട്ട് ചുമ്മാ ഇറങ്ങിയതാണ്, വേറൊന്നുമില്ല. ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം
അതിനിറങ്ങി നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സിഗ്നൽ എല്ലാം ഇപ്പോൾ ഓഫ് ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നൈറ്റ് ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഓവർ ബ്രിഡ്ജ് കയറി പോകണം. നൈറ്റ് ഒരു 10:30 ആയതേ ഉള്ളൂ. പക്ഷെ വണ്ടിയൊക്കെ നല്ല കുറഞ്ഞു അല്ലേ. ഇതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് വരുന്നുണ്ട്. മുകളിലാണ് പാളയം എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് ഒരു പാളയം. അപ്പോൾ ഇതിൻ്റെ താഴെക്കടെ അണ്ടർഗ്രൗണ്ട്, ഇതാണ് അണ്ടർഗ്രൗണ്ട് റോഡാണ് ട്രിവാൻഡ്രം. ഇവിടെ ഇല്ലാത്തവിടെ അലറിക്കൊണ്ടൊക്കെ പോയതാണ് ആൾക്കാർ കണ്ട്. ഇതുകൊണ്ട് ഓരോരുത്തർ കേട്ടോ. ഈ ചെന്ന് കയറുമ്പോൾ നമുക്ക് നമ്മുടെ കേരള സർവകലാശാല കാണാം, കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു റൗണ്ട് അടിച്ച് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് അടിക്കാം. അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ പേട്ട ആ സൈഡിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ റൗണ്ട് അടിക്കുക. ഓക്കെ, ഇതാണ് കുഴപ്പം. കാറുകാരന്മാർ ചവിട്ടി ഇവിടെ വെക്കും. നമ്മൾ നേരെ പോയിട്ട് സ്ട്രെയിറ്റ് പോയിട്ട് ഇതാണ് നമ്മളെ പള്ളി. അപ്പുറത്തെ സൈഡിലാണ് അമ്പലം കേട്ടോ. അമ്പലവും ഇത് മോസ്ക് വരുന്നത്, മോസ്കിൻ്റെ അവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ പാളയം പള്ളി. കുറേ സ്ഥലങ്ങളുണ്ടെന്നോ ഇവിടെ ട്രിവാൻഡ്രത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ നമ്മുടെ ഹോസ്റ്റല്, കോളേജിൻ്റെ. പിന്നെ ആ ഒരു പള്ളി മിക്കവാറും എല്ലാവർക്കും അറിയാം. ആ റീൽസിലും ഭയങ്കരമായിട്ടുള്ള പല കല്യാണ ഷൂട്ടിലും ഒക്കെ കാണുന്നൊരു പള്ളിയാണ് ഈ ഒരു പള്ളി. നല്ല രസമാണ് കേട്ടോ. ഈ പള്ളി കാണാനായിട്ട് നല്ല രസമാണ്. നമ്മൾ പിന്നെ ക്രിസ്മസ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഈ പള്ളി ചെയ്തേക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. ഇവിടെ എല്ലാം സ്റ്റാർസ് ആയിരിക്കും. പിന്നെ നമ്മൾ പണ്ട് തൊട്ട് ടൂറൊക്കെ വരുന്ന നമ്മുടെ പണ്ടത്തെ സൂവിൻ്റെ ഒരു എൻട്രിയാണ് ഈ ഒരു സൈഡ്. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നടക്കാൻ വരുമായിരുന്നു ഞാൻ പണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. എല്ലായിടത്തും സിഗ്നൽ ഓഫ് ചെയ്തിട്ടേക്കുക. 10:30 എല്ലായിടത്തും സിഗ്നൽ ഓഫ് ചെയ്യും. വണ്ടിയും കുറവാണ്. ഇവിടെയൊക്കെ ചുമ്മാ കനാക്കുന്ന സൈഡാണ് ഇവിടെയൊക്കെ. നമ്മളവിടുന്ന് റൈറ്റ് കയറി പോയി കഴിഞ്ഞാൽ കെൽട്രോണിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് കയറി കഴിഞ്ഞാൽ മാനവീയം കയറാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറിയിട്ട് പോവാം. അതുവഴി കൂടെ തന്നെ അങ്ങ് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യാം. ഞാൻ അവിടെ ഇറങ്ങുന്നൊന്നും ഇല്ല, ഇറങ്ങണോ വേണ്ടി എന്നുള്ളത് എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
കുറേ പേരുണ്ട്. എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാനും കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ട്. എല്ലാവരും നല്ല ചില്ല് വൈബ് ചെയ്യാണ്. ഒരു ചായയൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ചായ കുടിച്ചിട്ടാണെങ്കിൽ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വെള്ളയമ്പലത്തിൽ തന്നെ ഇത് കയറും. വെള്ളയമ്പലം നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കവടിയാർ പോവാം. നമ്മുടെ സ്റ്റാർബക്സിന് ലൈറ്റൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ടാവും. 24 hours അവിടെ. അങ്ങനെ നമ്മൾ വെള്ളയമ്പലം റൗണ്ടിൻ്റെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോകേണ്ടത് നേരെ കവടിയാറാണ്. അപ്പോൾ ലെഫ്റ്റിലോട്ടാണ്. ഈ കവടിയാറ് എപ്പോൾ വന്നാലും ഇങ്ങനെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല രസമാണ് ഇവിടെ. ഇവിടെ രാവിലെയൊക്കെ വരുമ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുവഴിയൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ നടന്നു പോകാൻ പറ്റും. പിന്നെ കുറേ പേര് ഓടുന്നവരൊക്കെ കുറേ പേരുണ്ട്. ഇവരൊരു ടീമാണെന്ന് തോന്നി ഓടി വരുന്നവരല്ല, എന്തോ ഒരു എനിക്ക് ടീമാകും. എല്ലാവരും ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ഒരു മഞ്ഞപ്പടയാണെന്ന് തോന്നുന്നു. മഞ്ഞപ്പടയൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. അവർ രാത്രി കളിക്കുന്ന, രാത്രിയിലാകുമ്പോൾ ആ ഡ്രസ്സ് ഇട്ട് ഓടുന്നതാണ്. അവർക്ക് വണ്ടിയൊക്കെ വരുന്നാലും റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതിലൊക്കെ വണ്ടി ഇല്ലാതെ ചില സമയങ്ങളൊക്കെ ഉണ്ട്. നല്ല രസം. വെളുപ്പാങ്കാലത്തൊക്കെ ഇങ്ങനെ നൈസിലൊരു വൈബ് അടിച്ച് പോവാം. ഇവിടെയൊക്കെ നല്ല ഒരു എന്താ പറയുക, ചുമ്മാ ഇങ്ങനെ ഈ സമയത്തൊക്കെ നമുക്ക് ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി ചുമ്മാ റൈഡ് പോകുന്നത് നല്ലതാണ്. മഴയില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉള്ള സമയമാണ്. രാത്രിയാണ്, ഒരു 10 ആയതേ ഉള്ളൂ. 10 കഴിഞ്ഞു. ഇനി നമുക്ക് ലെഫ്റ്റ് അടിച്ച് ഇങ്ങോട്ടൊന്ന് പോവാം. കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ ഷവർമ്മ, ചെറിയ ചെറിയ തട്ടുകടകൾ. ഈ ഒരു സൈഡ് സത്യം പറയാതെ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് ചായക്കടകളുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സൈഡ് അങ്ങോട്ടെന്ന് പറയുന്നത് ഫുള്ളും ചെറിയ ചെറിയ കടകളും ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഉള്ളവരാണ്. അതെല്ലാം ഫുഡിൻ്റെയാണ് കേട്ടോ. മെയിനായിട്ട് ഫലത്തെ ഫുഡിൻ്റെയാണ്. പക്ഷേ ഷവർമ അവിടെ എല്ലാം ഷവർമയാണ്. നല്ല ചെറിയ ദോശ. ഇവിടെ മലബാർ ബൈറ്റ്സ്, ഇവിടെ ഭയങ്കര എപ്പോഴും ആളാണ് കേട്ടോ. മലബാർ ബൈറ്റ്സിൻ്റെ കടയിൽ അവിടെ എപ്പോഴും ഉണ്ട്. ഇത് കന്യാകുമാരിൻ്റെ ഒരു ഭാഗം കുറവൻകോണം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ കുറവൻകോണം ഈ ഒരു ഏരിയയാണ്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും അതിനും ഇതിനും ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് ഒരു സെറ്റായിട്ട് എല്ലാവരും വലിയ സ്ക്രീനൊക്കെ കൊണ്ട് വെച്ചേക്കാണ്.
ഞാൻ പലപ്പോഴും വിചാരിക്കും കേട്ടോ, ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകണം എന്നൊക്കെ. നമ്മളെ ഓഫീസിലെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ മറക്കാൻ ഒരു ലോങ് ഡ്രൈവ് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോഴും എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ്. അതായത് സ്കൂട്ടർ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ സ്കൂട്ടർ കൊണ്ടായിരുന്നു മിക്കവാറും പണ്ടൊക്കെ ഇറങ്ങുന്നത്. ഇപ്പോൾ ഇതുള്ളപ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിലോട്ട് ഇറങ്ങി. എന്നുവെച്ചാൽ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടൊരു എന്താ പറയുക, ഒരു 4-5 വർഷമായെന്ന് തോന്നുന്നു. 4-5 വർഷമായിട്ടേ ഉള്ളൂ. അതിന് മുന്നേ 2 വർഷം എറണാകുളത്തുണ്ടായിരുന്നു. പക്ഷെ എറണാകുളം ഒരു വൈബാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എറണാകുളം ഒരു ഉള്ളിൻ്റെ അകത്തെല്ലാം ഇടുങ്ങിയതാണെന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവിടുത്തെ ഒന്ന് സെറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ വൈബ് വേറെയാണ്. എല്ലാവരും ട്രിവാൻഡ്രം വൈബാണെന്ന് പറയും. ട്രിവാൻഡ്രം വൈബ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എറണാകുളത്ത് ഒന്ന് സെറ്റായി ആ ഒരു സിറ്റിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, കാക്കനാടല്ല, ഞാൻ ഈ പാലാരിവട്ടം ആ ഒരു സൈഡിലൊക്കെ നിങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയാം അവിടെ ഇച്ചിരി ഒരു സെറ്റ് ഏറിയാണ് എന്നുള്ളത്. ട്രിവാൻഡ്രം പിന്നെ ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുകയാണ്. പക്ഷെ അവിടെ എന്തോ ഒരു നമുക്കിപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ എറണാകുളത്ത്. അവിടെ നിന്നാണ് അവനേക്കാളും കൂടുതലാണ് ഇവിടെ നിന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഈ ഒരു സൈഡ്. നമുക്കൊന്ന് ശാസ്താമംഗലം പോവാം. ശാസ്താമംഗലം വഴി അങ്ങ് പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഹാൻഡ് കിട്ടേ. ഇതവിടെ മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലം. മരപ്പാലം കുറെ കടകൾ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഇപ്പോഴേ. ബാബറേബ്യ റെസ്റ്റോറൻറ്റ് ഇവിടെ നല്ലതാണ് കേട്ടോ, ഫുഡൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല. നമുക്ക് അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ലൊരു സുഖമുണ്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകാൻ. എന്ന് വെച്ചാൽ അത് തണുത്ത കാറ്റും ആ ഒരു ഫീല് വേറെ തന്നെ. എന്താ പറയുക, അത് നമ്മളൊരു ദിവസം രാത്രിയിൽ ഇറങ്ങി ഇങ്ങനെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ ആ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിടക്കും. ഇങ്ങനെ ഓടിക്കുന്ന ഒരു സത്യം പറഞ്ഞ ഒരു നല്ല ഫീലാണ് കേട്ടോ. നമ്മൾ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവിടെ ഫുള്ള് വെച്ചേക്കുവാണ് കേട്ടോ, കളിയാണ് കേട്ടോ. സെല്ലി സ്ക്രീനൊക്കെ വെച്ച് എല്ലാവരും കാണുവാണ്. അത് കുറേ അക്കാഡമീസ് ഒക്കെ ഉണ്ടാക്കി, യോശ് അക്കാഡമി, അങ്ങനെ കുറച്ച് അക്കാഡമീസ് ഒക്കെ. അപ്പോൾ അവിടെ എല്ലാം പല സൈഡിൽ നിന്ന് പല പിള്ളേരാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഈ ഒരു ഏരിയ ഇച്ചിരി പണ്ട് നേരത്തെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഇപ്പോൾ അവർ കളിയൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. മലബാർ റോഡ്സിൽ എപ്പോഴും ആൾ തന്നെ. എല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് ചുമ്മാ ചില്ലടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നവരാണ്. ഈ ഒരു സമയം വർക്കൊക്കെ കഴിഞ്ഞിട്ടും ഈ ഒരു സമയമായി പി ജിയിലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ എത്തത്തോടി ഇവിടെ തന്നെ നിൽക്കും. കണ്ണിൽ തന്നെ അടിക്കുന്ന വണ്ടിയുടെ കേട്ടോ. ചെറിയ ഫോഗിലാണ്ടോ അത് കേട്ടോ. നമ്മുടെ പാലസ് ആണ് ലെഫ്റ്റ് സൈഡിൽ. ആ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നേരെ ചെന്ന് കയറുന്ന അങ്ങോട്ടാണ്.
ഇത് സ്വാമി വിവേകാനന്ദൻ്റെ ഉദ്യാനം. ഇവിടെ ഒരു പാർക്കാണ്. കണ്ട ഇവിടുന്ന് ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് വെളുപ്പാങ്കാലത്തൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല സെറ്റാണ്. ആ സമയത്ത് നല്ല ഫീലാണ് ഇവിടെ. ആ സമയം നല്ല ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഓടിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ നല്ല രസമാണ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഇത്ര മരങ്ങൾ നിൽക്കുന്നുണ്ട്. ചെറിയൊരു നല്ല തണുപ്പും കൂടെ ഉള്ള ഏരിയയാണ് ഇവിടെ. ശാസ്തമംഗലം ലെഫ്റ്റ്, തമ്പാനൂർ നേരെ, വഴുതക്കാട്, പാളയം റൈറ്റാണ്. വഴുതക്കാടാണെങ്കിൽ നേരെയാണ് റൗണ്ടിൻ്റെ അവിടുന്ന്. നമുക്ക് ശാസ്തമംഗലം ഒന്ന് പോകാം ലെഫ്റ്റിലോട്ട്. ഇവിടെയും കുറച്ച് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഇത് കുറേയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇച്ചിരി ആള് കുറഞ്ഞ കേട്ടോ. നേരത്തെ ഈ സമയത്തൊക്കെ ഭയങ്കര ആളുകളായിരുന്നു. ഇപ്പൊ ഒന്നാമത്തെ കാര്യം ചില ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ഓരോരോ വിഷയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ വീട്ടിൽ തന്നെ കുക്കിംഗ് ഒക്കെ ആയെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ശാസ്തമംഗലം എത്തിയിരിക്കുന്നു. ശാസ്തമംഗലം റൗണ്ട്. നമുക്കിവിടെ ശാസ്തമംഗലം റൗണ്ട് അടിക്കാം. ഓക്കെ റൗണ്ട് അടിക്കുക. നമുക്കാണെങ്കിൽ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാറുണ്ട് അല്ലേ ഗൈസ്? നമുക്കാണെങ്കിൽ ഇവിടെ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് മെയിനായിട്ട് നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒന്ന്, നൈറ്റ് ലൈഫ് എന്ന് പറയാൻ നേരത്തെ ഇവിടെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബീവട്ട് എപ്പോഴും മിക്കവാറും കാണും.
നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ശാസ്തമംഗലവും, പിന്നെ വരുന്നത് പിന്നെ അലിബാബ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡാണ് മെയിനായിട്ട് നൈറ്റ് ലൈഫ് എന്നായിട്ട് വരുന്നത്. ശാസ്തമംഗലം കുറേ ഫുഡിൻ്റെ ഏരിയാസ് ഉള്ളതുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ മാനവീയം വരുന്നുണ്ട്. അതിനുശേഷം അവിടെ കഴക്കൂട്ടമുണ്ട്. പക്ഷെ കഴക്കൂട്ടവും അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ നൈറ്റ് ലൈഫ് എന്ന് പറയാൻ ഉള്ളത്. പക്ഷെ കൊച്ചിയിൽ പൊളിയാണ്. ഇവിടെ ഇത്രയൊക്കെയാണ്, വേറെ വലുതായിട്ടൊന്നും പിന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി നടക്കാം. ഈ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ട് പോയാലാണ് നമ്മുടെ മാനവി. ഇന്ന് മൊത്തത്തിൽ ഒരു ആള് കുറവ് കേട്ടോ. എന്ന് വെച്ചാൽ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച അധികം ആളില്ല. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് കൂടുതലും ആൾക്കാർ ഇറങ്ങുന്നത്. നമ്മുടെ വഴുതക്കാടാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ തൈക്കാട് അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ഇറങ്ങി പോവാം. ഇവിടെയും കുറേ ഫുഡ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡ് മൊത്തം ചെറിയ ചെറിയ കടകളാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ലെഫ്റ്റ് സൈഡിൽ. കോട്ടൺ ഹിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇറങ്ങി കറങ്ങി ജസ്റ്റ് ഇവിടേക്ക് വന്ന് കണ്ടു, ഒന്ന് ഓടിച്ച് വണ്ടിക്കകത്ത് ഇരുന്ന് ഓടി കണ്ടു പോന്നു. അത്രേ ഉള്ളൂ. ചുമ്മാ ഒരു റൈഡ് അത്ര തന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു അഗെയിൻ.